കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഇൻ്റർനാഷണൽ പാർട്ടി ആയിട്ടാണ് ഇന്ത്യയിലും വർക്ക് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പ്രത്യേകിച്ച് ഒരു പ്രദേശം എന്നതിനേക്കാൾ അഖില ലോക തൊഴിലാളി വർഗം എന്ന് പറയുന്ന ആശയവുമായിട്ട് കണ്ണിചേരുകയാണ്. അങ്ങനെ കണ്ണിചേരുമ്പോൾ ഉണ്ടായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ അവരുടെ ജനപ്രീതിക്ക് അല്ലെങ്കിൽ അവരുടെ ജനകീയതയ്ക്ക് വലിയ ഇടിവ് തട്ടിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് മാറിയിരുന്നു 42-ൽ. ഇവരും മാറി നിന്നിട്ടുണ്ട്. ഇവരും മാറി നിന്നെങ്കിൽ പോലും ഇവർ ആ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകളാണ്. അത് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിൽ ഇടപെട്ടിരുന്നതാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ശ്യാമപ്രസാദ് മുഖർജി വി ഡി സവർക്കർക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ്. കാരണം മുഖർജി പറയുന്നു, ഹിന്ദുക്കളാരും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് ഹിന്ദു മഹാസഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളാലും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് ജിന്നയുടെ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ, റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മുസ്ലിമും എല്ലാ ഹിന്ദുക്കളും തെരുവിലാണ്. അപ്പോൾ ഈ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് കാണാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഹിറ്റ്ലർക്കെതിരെയുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ചെറുകാടിൻ്റെ ആത്മകഥയിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ചെറുകാടിൻ്റെ ആത്മകഥ പറയുന്നത് തലേദിവസം വരെ ഈ യുദ്ധം സാമ്രാജ്യത്വ യുദ്ധമായിട്ട് കാണുന്നു. സെക്കൻഡ് വേൾഡ് വാറിനെ സാമ്രാജ്യത്വ യുദ്ധമായിട്ട് കാണുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷമാണ്. നമ്മൾ സമാധാനവാദികളാണെന്ന് പറയുന്നു. സ്റ്റാലിൻ യുദ്ധത്തിലേക്ക് വരുന്നതോടെ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ സഖ്യകക്ഷികളോടൊപ്പം ചേരുന്നതോടെ ഇത് ജനകീയ യുദ്ധമായിട്ട് മാറുക. എന്ന് പറഞ്ഞാൽ തലേദിവസം വരെ ഈ പറയുന്ന സാമ്രാജ്യത്വ യുദ്ധമായി വിശേഷിച്ച സംഗതിയെ പിറ്റേ ദിവസം തൊട്ട് ജനകീയ യുദ്ധമാക്കേണ്ട ഒരു ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുക. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇന്നലെ വരെ അണിയായിരുന്ന ആൾ പറഞ്ഞിരുന്നത് തിരിച്ചു പറയാൻ പ്രേരിപ്പിക്കുകയാണ്. ഈ പ്രോസസ്സ് തന്നെ ആലോചിച്ചാൽ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ തരത്തിൽ ഇപ്പം കേദാമോഹൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ ഹോജിമിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഹോജിമിൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിയറ്റ്നാമിൽ ഗാന്ധി ഞാനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുമാണ്, വിയറ്റ്നാമിലെ ഗാന്ധി ഞാനുമാണ്, നിങ്ങൾക്ക് അവിടെ ഗാന്ധി അവിടെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ തിരിച്ചടി നേരിട്ടത്? മാത്രമല്ല, മാർക്സിൻ്റെ അവസാനകാല റൈറ്റിങ്സിൽ മുഴുവൻ ഈ പറയുന്ന തരത്തിലല്ലാതെ ഓരോ സ്ഥലത്ത് ഇപ്പം മാർക്സ് ഇപ്പം നീഗ്രോയും വെള്ളക്കാരും തമ്മിലുള്ള പ്രശ്നം, കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് വേറെ രീതിയിൽ അഡ്രസ്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ലോഹിയെ പോലുള്ള ആളുകൾ, അംബേദ്കറെ പോലുള്ള ആളുകൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളായിട്ട് നിർഭാഗ്യവശാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.